അല്ലല്ല, ബാറിന്റെ പണി നടക്കുന്നുണ്ട്, അവരത് പുറത്ത് വെച്ച് കഴിക്കുക. ഒരാൾ ചത്തി കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ടാ, വെള്ളം അടിച്ചിട്ട്. പേസ കൂടെ വേണ്ട, തന്നെ അടിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുക. ഇതാണ് ഇവിടുത്തെ വാട്ടർ സപ്ലൈയുടെ വണ്ടിയെ. ഒരു 4 തവണയെങ്കിലും ആ വണ്ടി കഴുകണം, ഇല്ലെങ്കിൽ ആ വണ്ടി ക്ലീൻ ആവില്ല. അത്രയ്ക്ക് വൃത്തിയായിട്ട വണ്ടി. കണ്ടാ, കുറെ സ്ത്രീകൾ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ അവരുടെ പെർമിഷൻ അല്ലാണ്ട് എടുത്തു കഴിഞ്ഞാൽ അബദ്ധത്തിൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാണ്ടാവും. ഇഡലി ഉണ്ടാക്കണ നോക്കിയേ, എന്തൊരു വലിയ ഇഡലി പാത്ര അല്ലേ, എന്തൊരു വലിയ ഇഡലി പാത്ര. അല്ല, നമ്മുടെ അവിടെ ഇത് തന്നെയാ, തൃശ്ശൂർ സൈഡിൽ. ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ ഈ ഏരിയ ഒക്കെ വരുമ്പോഴല്ലേ കൂടുതൽ കാണാൻ പറ്റാ. എന്താ, ഈ തമിഴ് നാട്ടില് വരുമ്പോഴാണ് ഇങ്ങനെ ഇത്ര ലൈവായിട്ട് ഇങ്ങനെ ഇഡലിയൊക്കെ ഉണ്ടാക്കണൊക്കെ നമുക്ക് കാണാൻ പറ്റാ. ദോശ, നമ്മുടെ അവിടെ മെയിൻ ദോശയല്ലേ. വണ്ടി ശ്രദ്ധിക്കണേ. ഇവിടെ എല്ലാ ഓട്ടോക്കാരും ബാർഗൈനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണേ. കസ്റ്റമേഴ്സേ എന്നിട്ട് ബാർഗൈൻ ചെയ്യുന്നുണ്ട്. വണ്ടി ശ്രദ്ധിക്കണേ. ആ വഴിയാണ് പോകേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ വഴി ഒന്ന് പോയി നോക്കുക, സ്ട്രീറ്റ് ഒന്ന് കാണാനായിട്ട്. നല്ല തിരക്കല്ലേ ഇനും? നല്ല തിരക്കാണ്. കടയടച്ച് തീയിട്ട് തുടങ്ങി. ഇതെന്തായിരുന്നു ഇത് ഈ കാണുന്നത്? ഇതെന്താ നമുക്ക് അറിയില്ല. നല്ല രസമുണ്ട്. ഒരു വെള്ളമൊക്കെ ഉണ്ട് അടിയില്, കുറച്ചുള്ളൂ വെള്ളം, കൊറേയൊക്കെ പറ്റി കിടക്കുക. ഒരു മന്ദിരം പോലെ ഉണ്ട്. ആരോടെങ്കിലും ചോദിക്കണോ? ചോദിക്കാം, എന്താ സംഭവം. ചോദിച്ചു പോ. അണ്ണനോട് ചോദിച്ചാലോ. അണ്ണാ, ഇതെന്നത്? ഇത് മന്ദിരം சாமி என்ன சாமி? பெருமாள். பெருமாள். பெருமாள் கோவில் உள்ள இருக்கு. கோவில் உள்ள இருக்கா? பெருமாள் கோவில் இருக்கா? இது தெப்பக்குளம். என்ன குளம்? தெப்பக்குளம். தெப்பக்குளம். என்ன ஸ்பெஷாலிட்டி இங்க? ஸ்பெஷாலிட்டி இங்க நிறைய ஷாப்ஸ் இருக்குல்ல. இங்க ஷாப்ஸ் இருக்கா? இப்ப கடை காலியாச்சு. ஆமா, கடை காலியாச்சு. என்ன ரோடு வருதா? இங்க வழி வருதா? ரோடு இதுதான். ஒரு மைக் கட்ட போறோம். வால் கட்ட இருக்கா? அதுக்கு முன்னாடி இது இந்த மாதிரி பார்க்க முடியல. அதுக்கு முன்னாடி க்ளோஸ் ஆயிருந்தது இல்ல. முத வந்து கடனால பார்க்க முடியல. யாருக்கும் தெரியாது. ഓപ്പണാവും, ഫുള്ളാ தெரியுது. ഇപ്പോ വിസിബിൾ ആണ്. പെരുമാളുടെ കോവിലാന്നാണ് കേട്ടോ പറയുന്നത്. പെരുമാൾ മന്ദിർ അല്ലേ? പെരുമാൾ. ഫുള്ള് ഷോപ്സ് ഇരുന്നല്ലേ? ഫുള്ള് ഷോപ്സ്. ഓഹോ. ഇതിന് ചുറ്റും കടകളായിരുന്നു. അപ്പൊ ആ കടകളെല്ലാം പൊളിച്ചു കഴിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അത് വിസിബിൾ ആയിട്ട് വരുന്നത്. അതിന് മുമ്പ് അത് കാണാൻ പറ്റില്ലായിരുന്നു. നേരെ ഇത് കാണുമ്പോ തന്നെ അറിയാം, മൊത്തം പൊളിച്ചു കളഞ്ഞേക്കാൻ നിലത്ത്. കണ്ടോ? മൊത്തം പൊളിച്ചു കളഞ്ഞിട്ടേ ഇത് കണ്ടോ, നിലത്ത് മൊത്തം കിടക്കാതെ. വെള്ളമില്ല, ഇനി അത് ക്ലീൻ ചെയ്തെടുക്കേണ്ട വരുമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കടകൾ ഇരുന്നോണ്ട് ഇത് വിസിബിൾ അല്ലാത്തതുകൊണ്ട് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ അകത്തൊക്കെ ഇത് കയറി കിടക്കുക, പുല്ല് കയറി കിടക്കുക. ഇനി അതൊക്കെ ക്ലീൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഒരു കങ്കാരുവിനെ പോലെ ചേച്ചിടുന്നുണ്ടോ കൊച്ചിനെ ഫ്രണ്ടിലിട്ടിട്ട്. ഇവിടെയൊക്കെ റൂമുകൾക്ക് റെന്റ് ഏതേതുണ്ടോ? ഡബിൾ റൂം 600, 700 ഒക്കെ ഉള്ളൂ 2 പേഴ്സൺ. പക്ഷെ അത് അത്രേ നീറ്റ് ആയിരിക്കും തോന്നുന്നില്ല, എന്നാലും അത്രയൊക്കെ ഉള്ളൂ. ഒരു ദിവസം താമസിക്കാനായിട്ട് മാത്രം ചുമ്മാ വരുന്ന ആൾക്കാർക്കൊക്കെ, കറങ്ങാനായിട്ട് വരുന്ന ആണുങ്ങളുണ്ടല്ലോ, അവർക്ക് അടിപൊളിയായിരിക്കും. നമുക്ക് മീനാക്ഷി ബസാറിക്കല്ലേ പോണ്ടേ? അവിടേക്കൊന്ന് പോവാം. ഓക്കെ, അങ്ങോട്ട് പോവാ അല്ലേ? ഇവിടുന്ന് ഒരു 800 മീറ്ററാ കാണിക്കണേ. നിറച്ച് ബൈക്കാണ്. ബൈക്ക് തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. അപ്പൊ ഒന്ന് കയ്യെ തട്ടിയിട്ട് പോയി ഒരു ബൈക്ക്. പിന്നെ ഇവിടെ ആരും ഹെൽമെറ്റ് ഒന്നും വെക്കുന്നില്ല കേട്ടോ. ആരും ഹെൽമെറ്റ് വെക്കുന്നില്ല, ഒന്നും വെക്കുന്നില്ല. അതെ. ഇവിടെ ഒരു കടയില് എന്തൊക്കെയോ ചോളം ഇതെന്നത്? അതാണ് എന്തോ ഒരു ഫേമസ് ഡ്രിങ്ക് ഉണ്ട് തോന്നുന്നു ഇവിടെ. അതാണത്. അത് പരുത്തിപ്പാലല്ലേ?
നമുക്ക് ഇന്നൊന്ന് കംഫർട്ട് ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നാളെ തൊട്ട് തുടങ്ങാം ഫുഡ്, സ്പെഷ്യൽ ഫുഡ്. കാരണം നമ്മളിന്ന് ട്രാവൽ ചെയ്ത് വന്ന കാരണേ പിന്നെ വയറ് സുഖമില്ലാതിരിക്കാവണ്ട. നിറയെ പലതരം സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. കപ്പയൊക്കെ, അതായത് കൊള്ളി, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഒരുത്തനെ തല തിരിച്ച് നിർത്തിയേക്കുന്നുണ്ടോ? അത് കാരണം ആ കട പെട്ടെന്ന് ശ്രദ്ധിക്കും. നല്ല ബുദ്ധിയുണ്ട്, പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. ഇത് കണ്ട തല കുത്തി നിർത്തിയേക്കാണ്. റൈറ്റിലേക്കാണേ, കുറച്ചും കൂടെ നേരെ പോയിട്ട് റൈറ്റിലേക്ക്. റൈറ്റിലേക്കാ? കുറച്ചും കൂടെ അവിടെ ആ വലിയ ബസ് പോകുന്നില്ലേ? അവിടെ റൈറ്റ്. ഓക്കെ, ഇതൊരു 4 കൂടി ജംഗ്ഷൻ ആണല്ലോ. ഇവിടെ ഇവരെ ഒന്നും ഇംഗ്ലീഷിൽ എഴുതില്ലാത്തതുകൊണ്ട് നമുക്കിത് വായിക്കാൻ ഭയങ്കര പാടാ. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നത്. തന്നെ നോക്കി പോണട്ടാ. കൊറേ പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ. ചെട്ടിനാട് റെസ്റ്റോറന്റ് തിരക്കാട്ടോ. ഓപ്പോസിറ്റും അതെ, തിരക്കാടി. എന്താണ് ലൈവ് ഫുഡ് ആണോ? ബസ്മതി ബിരിയാണി. ഇവിടെയൊക്കെ കുറച്ച് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടോ? ഇന്ന് കുറച്ച് നമുക്കൊരു കംഫർട്ട് ഫുഡുകൾ കഴിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടി നമ്മൾ ട്രാവൽ ചെയ്ത് വന്നതല്ലേ, നമ്മൾ ഇവിടെ ആയിട്ടൊന്ന് സെറ്റ് ആയിട്ട് നമുക്ക് നാളെ നോക്കാം. എന്തായാലും ഫുഡ് കഴിച്ചിട്ടില്ല, നമ്മള് ഫുഡ് കഴിക്കണം. നോക്കി ഇപ്പഴും മുല്ലപ്പൂവൊക്കെ വിൽക്കുന്നത് നോക്കിയേ ചേച്ചിമാരൊക്കെ. അവർക്ക് ജീവിക്കണ്ടേ? സമയം 10 മണി കഴിഞ്ഞു. നമ്മുടെ അവിടേക്ക് ആണെങ്കിൽ കൂടുതലും അല്ല എല്ലാം വീട്ടിലേക്ക് പോയിണ്ടാവില്ല ഈ സമയം ആവുമ്പോഴേക്കൊക്കെ. ഇല്ല, എറണാകുളത്തൊന്നും ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. എന്നാലും ഇങ്ങനെ വഴിയോരത്ത് നിൽക്കുന്ന ആൾക്കാരുകളെ, ട്രിവാൻഡ്രം ഇതൊക്കെ വരുന്നു. എന്റെ പൊന്നോ, എങ്ങടാ? റൈറ്റ് അല്ലേ? നേരെ പോയാ മീനാക്ഷി ബസാർ. മീനാക്ഷി ബസാർ മൊബൈൽ ഫോൺ. ഇവിടെ നിന്ന് 700 മീറ്റർ. ഇവിടെ തമിഴര് മാത്രമല്ല, ഹിന്ദിക്കാർ ഇവിടെയും കൈയടക്കിയിട്ടുണ്ട് കേട്ടോ. അവരെന്താ പറയാ. റോഡിന്റെ 2 സൈഡിലും ഫുഡിന്റെ ഷോപ്സ് ആണ്. വെറൈറ്റി കടകളുണ്ട് കേട്ടോ. പാനിപ്പൂരിയുടെ കടകളുണ്ട്, ഇഡലിയുടെ കട, ദോശ, ഇഷ്ടംപോലെ ഉണ്ട്. പ്യുവർ വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ. പഴക്കച്ചവടം തകൃതിയായി നടക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും കഴിക്കണോ? അതേതോ ബസ് സ്റ്റാൻഡ് അല്ലേ? ബസ് സ്റ്റോപ്പാണ്. ഓട്ടോ ഉണ്ട്, ബസ് സ്റ്റാൻഡാ. നമ്മൾ വന്ന ബസ് അപ്പൊ ഇവിടെ നിർത്തിയില്ല അല്ലേ? നമ്മൾ വന്ന ബസ് ഇവിടെ നിർത്തിയില്ലല്ലോ. അല്ല, അത് ഈ വഴി അല്ല വന്നേ. ആണല്ലേ? അത് വന്നത് അത് ഇവിടെ കുറച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല, ഇരുട്ടായി തുടങ്ങി. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഓട്ടോ സ്റ്റാൻഡാന്ന് തോന്നുന്നത്. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര മൂത്രത്തിന്റെ മണമാണ്. ഇത്ര പേര് വരണ സ്ഥലല്ലേ അല്ലേ? ഒന്ന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൂടെ അല്ലേ? കൊറേയൊക്കെ വരണ ആൾക്കാരുകൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ ട്രാവലേഴ്സേ ഒന്നും മനസ്സിലാവണില്ല ഇവിടുത്തെ ആൾക്കാരുകൾ മോശമാക്കുന്നതാണോ? അതെന്താ ഒരു പിടുത്തമില്ല. മൊത്തത്തിൽ അങ്ങനെയാ. ഒത്തിരി സഞ്ചാരികൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവ് ആണല്ലേ, ഭയങ്കര ഒരു ഡേ പോലെ തോന്നണുള്ളൂ അല്ലേ? ശരിക്കും ലൈവിനെസ് വെച്ച് നോക്കുമ്പോ ടാക്സികളും ഒക്കെ ഉണ്ട്. ഫ്രണ്ട്സ് ആൻഡ് ട്രാക്കോ ഇവിടുത്തെ ടാക്സി എടുത്തായിരിക്കും അല്ലേ? 550 മീറ്റർ ഉണ്ട് കേട്ടോ. 550. ഓക്കെ, മധുര റെയിൽവേ കാർ പാർക്കിംഗ്. അപ്പൊ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാ അല്ലേ? ഇവിടെ നിയർ ബൈ ആയിരിക്കും റെയിൽവേ. അതെ, അവിടേക്കുള്ള കാർ പാർക്കിംഗ്. ഇവിടെയാണ് കാർ പാർക്കിംഗ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ആ വഴി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജോയ് ആലുക്കാസ് അവിടെ ഉണ്ടോ? നമ്മുടെ ജോയ് ആലുക്കാസ്. ജോയ് ആലുക്കാസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മധുരൈ ബ്രാഞ്ച് റൈറ്റ് സൈഡില്. ഇവിടുത്തെ ക്ലിയർ അല്ല, കാരണം എന്ന് വെച്ചാൽ രാത്രിയല്ലേ, അവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല. ഇവരൊന്നും ജോയ് ആലുക്കാസ് ഉണ്ടോ? അവരൊക്കെ പൂട്ടി. രാത്രിയിൽ പൂട്ടിപ്പോയി. അവരൊക്കെ നേരത്തെ പൂട്ടിപ്പോയി. അല്ല, കച്ചവടം ലൈറ്റ് ഇടണ്ടേ? മലയാളികളല്ലേ? ഇത് വലിയ ഹോട്ടൽ, മറ്റേത് കോസ്മോ പോളി AN ഹോട്ടൽ. ഹോട്ടല് അവരുണ്ട് കേട്ടോ. ഹോട്ടൽ റോയൽ കോർട്ട്.
ഇതെല്ലായിടത്തും ഓട്ടോ സ്റ്റാൻഡ് ആണല്ലോ കൂടുതൽ അല്ലേ? ഓട്ടോകളാണ് കൂടുതൽ ഇവിടെ. എല്ലാരും നമ്മൾ വരുന്നത് കണ്ടു കഴിയുമ്പോഴേ എല്ലാരും ഓട്ടോ വേണോ എന്ന് ചോദിക്കുകയാണ്. ഇതാ റെയിൽവേ ഇറങ്ങി വരുന്നതെന്ന് തോന്നുന്നു. കൂടുതൽ ആൾക്കാർ വരുന്ന സ്ഥലമാണല്ലോ, അപ്പൊ അതുകൊണ്ട് അതാണ് താങ്കൾ ഉദ്ദേശിച്ചത്. അതെ, ആൾക്കാർ വരണ കാരണം ഇവിടെ നല്ല യാത്രാ സൗകര്യം എന്ന് പറയായിരുന്നു. അത് ഇത്ര തിരക്ക് ഇവിടെ. യാത്രാ സൗകര്യത്തിന് മാത്രമല്ല, ഇവിടെ ഭയങ്കര തിരക്ക്. അതെന്റെ റോയൽ കോർട്ട് ഹോട്ടല്, ഇവിടെ ഒരു തട്ട് ചേച്ചിയാണ് കേട്ടോ. അതിന്റെ അകത്ത് ദോശ ഇഡലി പാത്രമാണ് എനിക്ക് കാണുമ്പോ ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് ഇഡ്ഡലി കഴിക്കാം. ഇവിടുന്ന് ഇഡ്ഡലി കഴിച്ചാലോ? ഇഡ്ഡലി ഇവിടെ ഇങ്ങനെ കഴിക്കും. ഇത് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറിയതേ ഉള്ളൂ. ഇതുണ്ട പത്തിലാണ്ട് നമ്മൾ കഴിക്കുക അല്ലേ? അവരെന്താ കത്തിക്കണേ? അവര് തീ കായാൻ നോക്കുന്നതായിരിക്കും. പാവം. തീ കായുന്നതാണോ എന്തെങ്കിലും കത്തിക്കുന്നതാണോ? എന്തോ ഫംഗ്ഷൻ്റെ ആണ്. ഇവരൊക്കെ ഇങ്ങനെ ഓരോ കുഞ്ഞു ഫംഗ്ഷൻ പോലും ഭയങ്കരമായിട്ട് ആഘോഷിക്കും. ഫ്ലെക്സ് വെച്ചും വലിയ ഫോട്ടോസൊക്കെ വെച്ചാ. ഫ്രണ്ട്സ് ആൻഡ് ട്രാക്ക് 1393. ടോൾ ഫ്രീ നമ്പർ അല്ലേ? അതെ, കോൾ ടാക്സി ആണെന്ന് തോന്നേ. സ്മെല്ലാട്ടോ, ഭയങ്കര സ്മെല്ലാ. യൂറിന്റെ സ്മെല്ലാ ഭയങ്കര. പക്ഷേ സിറ്റി തുടച്ച് ക്ലീൻ, അതായത് ക്ലീൻ ചെയ്തിട്ടേക്കാണ്. പക്ഷെ യൂറിന്റെ സ്മെല്ല് വീഡിയോ കാണത്തില്ലാത്തോണ്ടാ മൊത്തം ഒഴിച്ചു കിടക്കുന്ന കാണാം ഫുട്പാത്തിൽ കൂടെ. നമ്മൾ ഫുട്പാത്തിൽ കൂടെ അല്ല എനിക്ക് തോന്നണേ യൂറിൻ അതെ കണ്ടോ, ഭയങ്കര സ്മെല്ല്. നമ്മൾ നടക്കുന്നത് അതുകൊണ്ട് വഴി കൂടെയാ, ഫുട്പാത്തിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല. കാനറ ബാങ്ക് വേണ്ടേ, കൊട്ടക് മഹീന്ദ്ര എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അടുത്തടുത്തടുത്തടുത്ത്. അങ്ങനെ മീനാക്ഷി ബസാറിന്റെ സ്ഥലത്തെത്തി. ഇവിടെ രണ്ട് സൈഡിലും മൊബൈൽ ഷോപ്പുകളാണ്. ഇവിടെ തുടങ്ങിയല്ലേ? ആ ദൂരെ കടകൾ. നമ്മൾ ആ വണ്ടിയെ വന്നപ്പോ കണ്ടില്ലേ? ഞാൻ വിചാരിച്ചു ഇപ്പൊ കുറച്ച് ഇങ്ങനെ അടച്ചു തുടങ്ങിണ്ടാവുന്നൊക്കെ കടകൾ. ഒരു ബാങ്ക് ഉണ്ടോ, MDCC ബാങ്കോ? മധുരൈ എനിക്ക് പറയാൻ പറ്റും, DCC അറിയില്ല. ബാങ്ക് MDCC ബാങ്ക്. അതിന്റെ വേറെ ഒന്നും എഴുതിയിട്ടില്ല, എല്ലാം നമ്മളാ. രണ്ട് സൈഡിലും മൊബൈൽ ഷോപ്പുകളാണ്. നമ്മുടെ പെൻഡമാനൊക്കെ പോലെ അല്ലേ? പോലെ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു ബിൽഡിങ്ങിന്റെ ഇത് പുറത്താ മൊത്തം. നിറച്ച് മൊബൈൽ ഷോപ്പുകൾ തന്നെ. ദൂരം നോക്കി, ഈ സൈഡ് ഫുള്ള്. അതുപോലെ തന്നെ ഈ സൈഡ് ഫുള്ള് കുറേ ഷോപ്പുകൾ അടച്ചു കേട്ടാ. ആ ഷട്ടർ ഇട്ടേക്കുന്നൊക്കെ അടച്ചു കിടക്കുന്നതാണ്. എല്ലാം മൊബൈൽ ആക്സസറീസ് അല്ലേ? എല്ലാം മൊബൈൽ ആക്സസറീസ് മാത്രം. 53 രൂപയ്ക്ക് സ്ക്രീൻ കാർഡ് എടുത്തു കൊടുക്കുന്നു. എന്താ ഇങ്ങനെ ഷോപ്പുകളോടെ? അതിന് വേണ്ടിട്ടുള്ള ഏരിയ ആയിരിക്കും. അത് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്നേക്കുന്നത്. അതല്ല ഇത്രയും കടകൾ ഇങ്ങനെ വരുമ്പോ ആൾക്കാർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പോയിട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഹബ്ബാണോ അത്? ഐ ഹബ് എന്ന് പറഞ്ഞിട്ട് അതല്ല, കുഞ്ഞി മുറി അല്ലേ? 50 സ്ക്വയർ ഫീറ്റ് പോലും കാണില്ല. അതിന്റെ അകത്താണ് 50 സ്ക്വയർ ഫീറ്റ് അല്ല, ഒരു 25 സ്ക്വയർ ഫീറ്റ് കാണുമായിരിക്കും അല്ലേ? ചില കടകൾക്ക് കുറച്ച് വീതി ഉണ്ട് അല്ലേ? കുഞ്ഞി കടകള്, അതുപോലെ ചില വീതിയുള്ള കടകൾ റൈറ്റ് സൈഡിൽ അതൊക്കെ അത്യാവശ്യം വീതിയുണ്ട്. പക്ഷെ ചില കടകൾ ഒരു വീതിയേ ഇല്ല ഉള്ള. ഇത് പൊളിച്ച് അല്ലേ? ഇതിൽ കണ്ടായിരുന്നല്ലോ. അല്ലല്ല, ഇതിലും ഉണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ വഴി അല്ല വന്നേ. ഇവിടുന്ന് എന്തെങ്കിലും സാധനം മേടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വല്ലതും കിട്ടുമെന്ന് ഓർത്തിട്ട് അതൊരു പേടിക്കേണ്ടി വരുമായിരിക്കും. അത്രേ ഷോപ്പ് ഉണ്ടെങ്കിലേ ഒരു സ്റ്റിക്ക് വാങ്ങണമെന്ന് വിചാരിച്ചതാ അല്ലേ നമ്മള്? ഒരു സെൽഫി സ്റ്റിക്ക് പോലത്തെ ഒരു സ്റ്റിക്കും കൂടെ കിട്ടിയാൽ നല്ലതായി. ചോളം കടലൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഉള്ളില്. കടല എല്ലാം ഉള്ള അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ് എല്ലാ സാധനവും ബൾബിട്ട് നിറച്ചേക്കുക. പക്ഷെ എല്ലാ കടയിലും സെയിൽസ് ആൻഡ് സർവീസാ എല്ലായിടത്തും. കുഞ്ഞു അമ്പലം, ഇടയ്ക്ക് കോവിലുണ്ട്. ഇവിടെയൊക്കെ വണ്ടികളെ കഴുകിയിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. നല്ല പൊടിയല്ലേ? അതാ വണ്ടിയൊക്കെ കഴുകാണ്ട് കിടക്കുന്നത്. ശരിക്കും മാസ്ക് വെച്ചിട്ട് വരണം, അത്രയും പൊടിയുണ്ട്. മാസ്ക് എടുക്കാൻ പറഞ്ഞല്ലോ, അപ്പൊ മേടിക്കായിരുന്നു അവിടെ. പക്ഷെ ഈ ഏരിയ മൊത്തം മൊബൈൽ കവർ മാത്രമേ ഉള്ളൂ.
മൊബൈൽ കവർ മാത്രമേ ഉള്ളൂ ഇവിടെ. ആ ഇവിടുന്ന് ഇത് ഓവർ ബ്രിഡ്ജ് ആണ്. ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞാലോ? ട്രെയിൻ പോകുന്നു, അവിടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പിന്നെ ഈ വഴി ഇങ്ങനെ റോഡ് ഇങ്ങനെ എൻഡ് ചെയ്യുന്നത് വശം. ഇതിനെന്താ സ്കോട്ട് റോഡ് എന്നാണ് പറയണത്. സ്കോട്ട് റോഡോ? ആ നമ്മള് മീനാക്ഷി ബസാർ അടിച്ചു കൊടുത്തപ്പോ ഇതാ കിട്ടിയത് നമുക്ക്. ആണോ? തിരിച്ചു പോവാ. കടകളൊക്കെ അടച്ചല്ലേടി? നമ്മളൊരു സ്റ്റിക്ക് നോക്കിട്ടാ ഒരു കടയില്, പക്ഷെ ഇല്ലാലോ അവിടെ. നമുക്ക് ഉലാൻസിയുടെ അതാ ബ്രാൻഡ് അതാ വേണ്ടേ. ഇത് ഭീമി അല്ലേ? എനിക്ക് മനസ്സിലായി ലോഗോ കണ്ടപ്പോ. നേരെ അവരുടെ ഡിസൈൻ കണ്ടാലേ ഒരു ലോഗോടെ പവർ നോക്കി നോക്കിയാലേ നമുക്ക് തമിഴ് വായിക്കാനും കൂടി അറിയില്ല. ആ കുഞ്ഞി ആ സംഭവം, ആ കളറ്, പിന്നെ ആ ഒരു കുഞ്ഞി ആളവിടെ നിപ്പില്ലേ ആ യെല്ലോയില്, അത് അടിപൊളിയല്ലേ? സൂപ്പർ. എന്താണ് മീനാക്ഷി ബസാർ. മീനാക്ഷി ബസാറിലെ കാഴ്ചകൾ കണ്ടു. ഇനി ഫുഡ് കഴിക്കാൻ പോവാ. ഇപ്പൊ ഈ ഭിത്തി നിറയെ പോസ്റ്ററുകളാണേ. ചേർന്ന് നടക്കല്ലേ, അതിലേക്ക് കൊള്ളല്ലേ. അവിടെ കമ്പികളുണ്ട്, കമ്പികളും വയറുകളൊക്കെ അടിയിലും മുകളിലൊക്കെ ഉണ്ട്. ആ വഴി കൂടെ ചുമ്മാ തൂങ്ങി കിടക്കാന്നേ. അത് സൂക്ഷിച്ചിടന്നില്ലെങ്കിൽ കുരുക്കും. പിന്നെ ഈ ഇവിടെ വഴിയിൽ നിറച്ച് പോസ്റ്ററുകളാ. പണ്ടൊക്കെയാണ് സിനിമയുടെ പോസ്റ്ററുകളായിരുന്നു, ഇപ്പോ നിറച്ച് രാഷ്ട്രീയക്കാരുടെ പോസ്റ്ററുകളാ. കമലഹാസന്റെ പോസ്റ്ററും വിജയുടെ പോസ്റ്ററും എല്ലാവരുടെയും പോസ്റ്ററുകളാണ്. എല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള പോസ്റ്ററുകൾ. പണ്ട് ഞാൻ വന്നിട്ടുണ്ട്, മധുരൈ വന്നപ്പം കൂടുതൽ സിനിമാ പോസ്റ്ററുകളാണ് കണ്ടേക്കുന്നത്. ഇപ്പൊ കാണുന്നത് മൊത്തം രാഷ്ട്രീയക്കാരുടെ പോസ്റ്ററുകൾ, അവരുടെ എഴുത്തുകള്. പിന്നെ കുറെ സ്വർണ്ണക്കടയുടെ പരസ്യങ്ങളുണ്ട്, 1-2 സിനിമയുടെ പോസ്റ്ററുകൾ കാണുന്നുണ്ട്. ഇതല്ലാണ്ടൊന്നും കാണുന്നില്ല. ആ വഴി പോയി നോക്കണോ? വേണ്ട, അറിയില്ലാത്ത വഴി കൂടെ പോണ്ട. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, അവിടെ ഇരുട്ടാണ്. പിന്നെ അതിന്റെ അത്ര പോയിട്ട് കാര്യമില്ല, ക്യാമറയിലും കാര്യമില്ലല്ലോ. കാർഗോ പ്രീമിയം പ്രൊഫഷണൽ കൊറിയറാ. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് ഈ കാണുന്നത്. കൊട്ടക് മഹീന്ദ്ര ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്. രണ്ടും ഒരൊറ്റ ബിൽഡിംഗ് ആണെന്ന് തോന്നല്ലോ. UTI, മ്യൂച്വൽ ഫണ്ട്സ്, അതും അവിടെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിന്റെ അകത്ത്. LIC എല്ലാം ഉണ്ട്. ആഹാ, ഓഹോ, കൊള്ളാല്ലേ ഇവിടെ അത്യാവശ്യം. ഇത് മെയിൻ സിറ്റിയാന്ന് തോന്നുന്നു ഇവരുടെ. ഇത് മെയിൻ സിറ്റിയാന്ന് തോന്നുന്നു. എന്ത് ഇതേ ഈ ഏരിയ ബാങ്കുകളും ഹോട്ടലുകളും റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ എല്ലാം ഉണ്ട് നിയർ ബൈ. അതെ അതെ അതെ. ഈ വഴിയല്ല നമ്മൾ വന്നേരം നമ്മൾ ആ വഴിയാ വന്നത്. ആ വഴി ഭയങ്കര മൂത്രത്തിന്റെ മണം, ഭയങ്കര വൃത്തികേടാണ്. ഭയങ്കര വൃത്തികേടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നാറ്റം. നമ്മളിപ്പോ വന്ന വഴിക്ക് ഒരുത്ത നിന്ന് വെള്ളം അടിച്ച് നിന്നിട്ട് ആ അടിച്ച് നിന്ന് ഒഴിച്ചിരിക്കുക. ഇവിടെ വാഹനങ്ങൾ, ഓട്ടോറിക്ഷയൊക്കെയാണേലേ നമ്മുടെയൊക്കെ അവിടെ വർഷാവർഷം ഓട്ടോയൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് എല്ലാ വാഹനങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കും വെച്ചേക്കുന്നത്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ കണ്ടോ? ഇവിടെ അവസ്ഥ നേരെ തിരിച്ചാ. ടെസ്റ്റ് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഭയങ്കര എന്താ പറയുക, പൊളിച്ച് മോശമാക്കി ഇട്ടേക്കുക. ഇതുണ്ടോ എന്തൊരു കോലം അല്ലേ? വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ വലിയ വലിയ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ ഈ ഏരിയയില്, അല്ലേ? ഇഷ്ടം പോലെ. ഇത് കണ്ടില്ലേ? പക്ഷെ അവിടെ ഒക്കെ നീറ്റാണ് അല്ലേ? വേറെ ചപ്പും ചവറൊന്നും ഇല്ല അധികം വഴികളില്. മെയിൻ ഇഷ്യൂ അല്ല, അത് ആൾക്കാർ വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടാ. ക്ലീൻ ചെയ്യാൻ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അവര് വന്ന് നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് പോകുന്നതുകൊണ്ടാണ് ചപ്പും ചവറൊന്നും ഇല്ലാണ്ട് കിടക്കുന്നത്. ഇത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഹോട്ടൽ റോയൽ കോർട്ട് റൈറ്റ് സൈഡിലായിരുന്നു. ഇങ്ങോട്ട് നമുക്ക് റൈറ്റ് സൈഡ് തന്നെ, പക്ഷെ അത് അതിന്റെ വേറൊരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ വലിയ തിരക്കില്ല അല്ലേ നടക്കാനേ? നടക്കുമ്പോഴേ നടന്നിടന്ന് മടുത്തോ? മടുത്തില്ല. എന്നാൽ നമ്മള് പുതിയതായിട്ട് ഓരോരോ സ്ഥലങ്ങൾ കാണുവാണ്, അപ്പൊ ഇങ്ങനെ ഇൻട്രസ്റ്റോട് കൂടി നോക്കാം. ഇതാണ് ഇവിടുത്തെ വാട്ടർ സപ്ലൈയുടെ വണ്ടിയെ. ഒരു 4 തവണയെങ്കിലും ആ വണ്ടി കഴുകണം, ഇല്ലെങ്കിൽ ആ വണ്ടി ക്ലീൻ ആവില്ല. അത്രയ്ക്ക് വൃത്തിയായിട്ട വണ്ടി. കണ്ടാ കളറൊക്കെ നോക്കി, കളറില്ല, പൊടി പിടിച്ചിട്ടേ ആ വണ്ടിയുടെ ആ പൈപ്പ് എടുക്കുന്ന വശമൊക്കെ. അപ്പൊ അങ്ങോട്ട് പോയി എടുക്കാൻ വയ്യാത്തോണ്ടാ, വെറുതെ എന്തിനാ വല പിടിച്ചു വെക്കുന്നേ? ഇതൊരു മോശമായിട്ട് ക്ലീൻ അല്ല അത്. വിശക്കണുണ്ടോന്ന് എന്തിനാ ചോദിച്ചു? ഇപ്പൊ വിശന്ന് തുടങ്ങി. ഇപ്പൊ മറ്റേ ഞാൻ വിശപ്പിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ചെറുതായിട്ട് വിശക്കുണ്ട്. മാസ്ക് എന്ന് പറയുന്ന പടത്തിന്റെ
ആ രജനി അണ്ണൻ ലെഫ്റ്റില് പോസ്റ്റർ. ആ മേലെ അല്ലേ, അത് ഫാൻസ് അസോസിയേഷൻ വെച്ചേക്കുന്ന. ആ ഈ വെള്ളത്തിന്റെ വണ്ടി വലിയ കുഴപ്പമില്ല. ഇതും കുടിവെള്ള വണ്ടിയാണേ, ഇത് നീറ്റാണ്. അത്ര കണ്ട വണ്ടി എന്റെ പൊന്നോ, അതൊരു ഔട്ട്ഡോർ ബാർ ആട്ടോ. അല്ലല്ല, ബാറിന്റെ പണി നടക്കുന്നുണ്ട്, അവരത് പുറത്ത് വെച്ച് കഴിക്കുക. ഓരോരോ സംഭവങ്ങള്. ഇതേ നിന്ന് ഒരുത്തൻ മെനകെട്ട മൂത്രം ഒഴിക്കുന്നു, അവനെ കാണാൻ ഞാൻ പുറത്ത് നിൽപ്പുണ്ട്. ഇതൊരു നാറ്റം അല്ലേ. ബസ്സിലിരുന്നപ്പോ മൊത്തം മല്ലിപ്പൂവിന്റെയും പൂക്കളുടെ ഒക്കെ മണമായിരുന്നു. അല്ല അത് ഈ ആൾക്കാരെ തലയിൽ മല്ലിപ്പൂ ചൂടിയിട്ട്. അല്ല നല്ലതായിരുന്നു അത്. നമ്മുടെ സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ ബസ്സിൽ അങ്ങനെയല്ലല്ലോ, വൈകിട്ടായ ഒരു മൊത്തത്തിൽ എല്ലാവരും ടയേർഡ് ആവൂലേ, അപ്പൊ അങ്ങനെയായിരിക്കേ ഒരു വേർപ്പിന്റെ ഒക്കെ മണമായിരിക്കും. പക്ഷെ ഇത് ബസ്സിലൊക്കെ ഇരുന്നപ്പോ ആ ഒരു മുല്ലപ്പൂവിന്റെ ഒക്കെ മണമായിരുന്നു. ആ ഇതുണ്ട്, ശരിക്കും ഒരു മുറിച്ച് കളഞ്ഞ മരമാണേ. പക്ഷെ ആ മരം എന്ത് രസാ കാണാൻ. അതായത് മുറിച്ച് എടുക്കാണ്ട് പോയേക്കുന്നതായിരിക്കാം, പക്ഷെ എന്ത് രസമാണ് വെച്ചേക്കുന്നറിയോ. സബരീഷ് പാർക്ക് ഹോട്ടലിന്റെ ഫ്രണ്ടിലാണത്. സബരീഷ് പാർക്ക് എന്തൊക്കെ പേരാല്ലേ. മെറീന റെസ്റ്റോറന്റ് വെജ് അടച്ചുപൂട്ടിയിലോ. അത് വർക്കിംഗ് അല്ലാത്ത പോലെ ഉണ്ട് കേട്ടോ. അതല്ലേ അടച്ചുപൂട്ടി എന്ന് പറഞ്ഞേ. അല്ല ഞാൻ ചിന്തയ്ക്ക് വേണ്ടിട്ട് അടച്ചുപൂട്ടി. ലോ ഫ്ലോർ ബസ്, നല്ല കിടുക്കൻ ബസ്സുകളുണ്ട് കേട്ടോ. ലോ ഫ്ലോർ നോക്കിയാ ഇവരുടെ അല്ലേ, കൊള്ളാല്ലേ, കൊള്ളാല്ലേ. വലിപ്പം കൂടുതലുണ്ട് ആദ്യട്ടാ ഇത് നമ്മുടെ ലോ ഫ്ലോറിനെക്കാളും തോന്നിക്കണല്ലേ. ഉണ്ടല്ലേ, വലിപ്പം കൂടുതലാ. ഉണ്ടാവും, എനിക്കറിയില്ല, കണ്ടിട്ട് തോന്നുന്നില്ല. ആണോ? ചെറുതെ ഒരു പൊടിക്ക്. ഓഹോ, മൊത്തം പരസ്യാണല്ലോ, മൊത്തം പരസ്യാണല്ലോ. കേരളത്തിലാണേ കാണുന്നത്. കേരളത്തിൽ ഈ പരസ്യം കൊണ്ടല്ലേ ആക്സിഡന്റ് സംഭവിക്കാന്ന് പറയുന്നത്. മണ്ടന്മാരല്ലേ ശരിക്കും. നല്ല കേരളത്തിലാണ് ശരിക്കും ഇതൊക്കെ. എന്താ പറയാ, ഒന്നും പറയുന്നില്ല. അതെന്തിനാ വില പിടിച്ചു വെക്കുന്നത്? വേറെ ഒരാവശ്യമില്ലാണ്ട് പരസ്യം ഒട്ടിക്കരുത്. ബസ്സിന്റെ കളർ മാറിക്കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ പ്രശ്നമാണ്, ആക്സിഡന്റ് ആകുമെന്നാണ് പറയുന്നത്. ഭയങ്കര സയന്റിസ്റ്റുകളാണ് അവിടെ ഉള്ളത്. ഇവിടെ ഒന്നും അതൊന്നും പ്രശ്നമൊന്നുമില്ല. പരമാവധി ആൾക്കാർക്ക് എന്റർടൈൻ ചെയ്യാനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കാനാ ഗവൺമെന്റ് നോക്കണ്ടേ അല്ലേ. ബസ്സിന്റെ കളർ മാറി എങ്ങനെ ആക്സിഡന്റ് ഉണ്ടാവുക? അതും എല്ലാ പ്രൈവറ്റ് ബസ്സുകാർക്കുണ്ടാവും പണി. വേറെ KSRTC പാട്ട് വെക്കാം, അവർക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം, പരസ്യം ചെയ്യാം, അവർക്ക് എന്തും ചെയ്യാം. എന്നാൽ പ്രൈവറ്റ് ബസ്സുകാർ ചെയ്താലോ ഭയങ്കര പ്രശ്നമാണ്. വൃത്തികെട്ട നിയമം അല്ലേ. ബാ കിടക്കാം. ബ്ലോക്കാണ്, സൂക്ഷിച്ച് ക്രോസ് ചെയ്യുക. ഇവിടെ തൊട്ട് റെസ്റ്റോറന്റ് തുടങ്ങി. പിന്നെ റെസ്റ്റോറന്റ് ഉണ്ട്, നമുക്ക് ഇവിടെ കയറിയാലോ. ശ്രീ വരി ഭവനിൽ കയറിയാലോ. അവിടെ ഒരു ചെട്ടിനാട് കണ്ടു. ചെട്ടിനാടോ? എവിടെ? അവിടെ കണ്ടു ഞാൻ, നോക്കാം. ചെട്ടിനാടിൽ കയറാം. ഇത് നമ്മൾ വന്നപ്പോ കണ്ട വഴി. അത് ഈ വഴിയിലേക്ക് എത്തി. നമുക്ക് ഈ ബാക്കിലേക്ക് പോണം. ഓ, നമുക്ക് അങ്ങോട്ടാ പോണ്ടേ? ആച്ചി ചെട്ടിനാട് റെസ്റ്റോറന്റ് കയറിയാലോ. കേറാം. വാ, എന്നാ അവള് പറഞ്ഞ പോലെ തന്നെ ചെട്ടിനാട് റെസ്റ്റോറന്റിൽ കയറാം. വെജല്ലേ? വെജുണ്ട്, നോൺ വെജുണ്ട്. നമുക്ക് വെജ് മതി. ഞങ്ങളിപ്പോ കയറിയതേ ചെട്ടിനാട് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ആട്ടോ. അപ്പൊ ഇപ്പൊ ഇവിടെ കുറച്ച് ഇവിടുത്തെ സ്പെഷ്യൽ എന്താന്നൊക്കെ ചോദിച്ചു. അപ്പൊ ബൺ പൊറോട്ട ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വെജിറ്റബിൾ, നമ്മൾ വെജാണെന്ന് പ്രിഫർ ചെയ്യണേ. അപ്പോൾ വെജിറ്റബിൾ പനീർ, വെജിറ്റബിൾ റൈസ് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അപ്പൊ പനീർ വെജിറ്റബിൾ ബിരിയാണി ആണ് ഇപ്പൊ ഓർഡർ ചെയ്തത്. അതും പിന്നെ ബൺ പൊറോട്ടയും. പിന്നെ കുറെ ഉണ്ട്, മഷ്റൂം റൈസ് ഉണ്ട്, ചിക്കൻ റൈസ് ഉണ്ട്, ബ്രൗൺ റൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. നമ്മളിതാണ് നോർമൽ അല്ലേ? പക്ഷെ അത് സ്പെഷ്യൽ ആണെന്നൊന്നും തോന്നിയില്ല കേട്ടോ. അവര് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതെ, നമ്മുടെ ഇല എത്തിട്ടോ. ഇലയിലാണ് ഇതേ ഇല പറക്കല്ലേ. ഒരു സെറ്റാണ് പറഞ്ഞേക്കണേ ബൺ പൊറോട്ട. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് അടുത്ത സെറ്റും കൂടി പറയാൻ തരുന്നു. കാറ്റടിച്ച് ഇല പറന്നു പോകുന്നു. ഇവിടെ എല്ലാം അങ്ങനെ ഇലയിലായിരിക്കും അല്ലേ തരാം. കഴിച്ചു നോക്കാം. ഹോട്ട് വാട്ടർ. ഞാൻ കുറച്ചും കൂടി ഐറ്റംസ് പ്രതീക്ഷിച്ചു. എന്തെങ്കിലും ഞാനിതേ പ്രതീക്ഷിച്ചു. ഉള്ളിലൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ അവിടെ. എന്തിനാ ഇത് കഴിക്കാനായിട്ട്? കഴിച്ചിട്ട് ഏതാ AC? അല്ല, AC അതിന്റെ ഉള്ളിലേ. AC റെസ്റ്റോറന്റ് അതിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ ആവശ്യമില്ല, കാരണം ഇതിപ്പം നോർമൽ തന്നെ കഴിക്കാൻ നല്ലത്. അതെ. പിന്നെ അതിന്റെ തണുപ്പും കൂടെ അടിച്ചു കഴിഞ്ഞാൽ
ഒന്നാതെ അവിടുന്ന് വന്നപ്പോൾ തണുപ്പ്, ആ തണുപ്പത്ത് നമ്മൾ ഈ പൊടിക്കാറ്റുള്ളിടത്തേക്ക് വന്നു. ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ എ സിക്കകത്ത് നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എനിക്ക് അറിയില്ല. പക്ഷെ അതിനേക്കാൾ നല്ല ഇതാണ്. 15 മിനിറ്റ് ആഹാരം കഴിക്കാൻ വേണ്ടി അതിനകത്ത് കയറിക്കേണ്ട കാര്യമില്ല. നല്ല എൻട്രി നോക്കിയേ ഇവരുടെ, നല്ല രസമല്ലേ കാണാൻ, പുറത്തുനിന്ന് നല്ല വൈബാ. അതിനെന്താ പറയാ, നമ്മൾ കുരുത്തോല അല്ലേ, കുരുത്തോലൊക്കെ ഇട്ടിട്ട് കെറ്റില്ല അല്ലേ ചൂടുവെള്ളം. കെറ്റില്ല ഉണ്ടാക്കുന്നത് വെജ് ബിരിയാണി അല്ല, പനീർ. അപ്പൊ ഇതുവരെ ഓർഡർ പോയിട്ടില്ല. ഇല്ല. അല്ലേ? ചൂടുവെള്ളം കുടിച്ചോ? ചൂടുവെള്ളം ഒഴിച്ചോ? അല്ല, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കുടിക്കേണ്ട കാര്യമില്ല. വെജിറ്റബിൾ, ഞാൻ പനീർ ഫ്രൈഡ് റൈസാ പറഞ്ഞേ. മൺപൊറോട്ട അല്ലേ ഇത്? എനിക്ക് തരണം കേട്ടോ, ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. പക്ഷെ നിറച്ച എണ്ണയാ. ആണോ? അതങ്ങനെ ഓയിലി ആണെന്ന് തോന്നുന്നു. അതിന് നേരത്തെ കഴിച്ചണെന്നല്ലോ പറഞ്ഞേ. പക്ഷെ അത് ഇത്ര എണ്ണ ആണോ? എണ്ണയുടെ കാര്യം പറഞ്ഞു. എണ്ണ കുറവായിരിക്കോ? ആ, ഭയങ്കര എണ്ണയുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ഫുഡ് എന്ന് പറയാനേ പറ്റുള്ളൂ. ശരിയാ, മെച്ചമല്ല. എനിക്കങ്ങനെ അത്രക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഒന്നാമതേ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല പറഞ്ഞു തരുമ്പോ. എന്തൊക്കെ ഐറ്റംസ് ഞാൻ ചോദിച്ചായിരുന്നു, ഇവിടെ എന്തൊക്കെയാ സ്പെഷ്യൽ. ഒന്നുമില്ല. പിന്നെന്തിട്ടാ, ചെട്ടിനാടെന്ന് കണ്ടപ്പോ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ അധികം ഉണ്ടാവും വെച്ചിട്ട് കേറിയത്. തെറ്റിനാടെന്നാണ് ഇട്ടേക്കുന്നത്. തെറ്റിപ്പോയി. തെറ്റിനാടായിരുന്നു നല്ലത്. പിന്നെ ഓയിൽ കണ്ടന്റ് കൂടുതലായിരുന്നു എല്ലാത്തിനും. കുഴപ്പമില്ല, ഇനി വേണ്ട. സംസാരിക്കാൻ വരുക. വെള്ളം അല്ലേ? എല്ലാരും കള്ളു കുടിച്ചിട്ടാണ് ഒരുവിധം പ്രായമായ ആൾക്കാരൊക്കെ കൂടുതൽ അങ്ങനെ നിൽക്കുന്ന ഇവിടെ. ഇനി നമുക്കേ ഒതന്റിക് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് കഴിക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നണേ. ആണോ? ഇപ്പൊ ബണ്ണ് അല്ലെ, ബണ്ണ് പൊറോട്ട കഴിച്ചു. അത് നമുക്ക് ബണ്ണ് പൊറോട്ട അതങ്ങനെ നല്ല ചുവന്ന കളർ അല്ലേ? അടിപൊളി അല്ലേ? ചോളം, കപ്പലണ്ടി എല്ലാം ഉണ്ട് കേട്ടോ. പോലീസുകാർ സൗണ്ട് ഇട്ട് പേടിപ്പിക്കുവാണോ? നമ്മൾ ഈ വഴി തന്നെയാണ് വന്നേ. നേരെയാന്ന് തോന്നണോ? നേരെ തന്നെയാ. ഇതാ നമ്മൾ ആ സ്ട്രീറ്റ് കണ്ടെന്ന് പറഞ്ഞല്ലേ? ഇവിടെയൊക്കെ ശരിക്കും ഇരുട്ടായി. അതെ അതെ അതെ, ഓൾമോസ്റ്റ് എല്ലാം അടച്ചു അല്ലേ? ഇത് നോക്കി, വഴിക്കെടുക്കേ, ഇത് വെയിറ്റ് താങ്ങാണ്ടേ താന്നു പോയി. ഇതെന്താ സംഭവം? ഡ്രൈനേജിന്റെ ആണോ? ഡ്രൈനേജിന്റെ. അമേരിക്കൻ ഒപ്റ്റിക്കൽസ്. ഇവിടെ ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇതുണ്ടോ? ഇതാണ് മാരുതി. ഇനി അതിന്റെ ലോഡ് കയറാൻ സ്ഥലമില്ല. ഇങ്ങോട്ട് വാ. അവിടെ അങ്ങനെ തിരിഞ്ഞു എടുക്കല്ലേ. വാ. ഇതുകൊണ്ടാ ഒരാൾ ചത്തി കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ടാ, വെള്ളം അടിച്ചിട്ട്. ശേ, ചത്തതിന് തുല്യമേ ജീവിച്ചിരിക്കലും. ഞങ്ങളൊക്കെ എന്തിനല്ലേ ഇവിടെ ആൾക്കാരാണ് കിടക്കുന്നത്? അല്ല, അതൊരു കവറാ. ഞാൻ വിചാരിച്ചേ ഇതൊരു ആള് കിടക്കണ പോലെ ഉണ്ടായിരുന്നു. അത് ഈ വേസ്റ്റ് കഴിക്കാൻ വന്നേക്കുന്ന കേട്ടോ. വേസ്റ്റ് വേസ്റ്റ് ആണ് അവര് കഴിക്കുന്നത്. കണ്ട ആ വേസ്റ്റ് കഴിക്കുവാണ്, കഴിച്ചോണ്ട് വെക്കുക. കണ്ട വേസ്റ്റ് അവര് കഴിച്ചോണ്ടിരിക്കുക. ഇല്ല, ഓൾറെഡി റോഡ് ടച്ച്. നമ്മള് പോകുമ്പോ റൂം വേണോ എന്ന് ആൾക്കാരിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. നടന്നിവിടെ എത്തിയില്ല. ഏകദേശം എത്രയായി മണി? 11:15. സമയം പോണത് അറിയണില്ല. അപ്പൊ നമ്മളെന്നാ റൂമിലേക്ക് കയറാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.
കയറിയിട്ട് എടുക്കണ്ട, കാരണം അവരുടെ പെർമിഷനിലാണ്. പിന്നെ അതിന്റെ അകത്ത് കുറെ സ്ത്രീകൾ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ അവരുടെ പെർമിഷനിലാണ്ട് എടുത്ത് കഴിഞ്ഞാൽ അബദ്ധത്തിൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാണ്ടാവും. അത്യാവശ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രീറ്റ് ഒക്കെ കണ്ടു. അപ്പൊ അങ്ങനെ അപ്പൊ ഇത് ഇന്ന് ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു നൈറ്റ് മധുരയിൽ എത്തിയതിന് ശേഷമുള്ള കാഴ്ചകളൊക്കെ കേട്ടോ. അപ്പൊ ജിങ്കലാല ജിങ്ക